കാണൂല്ലടാ. വല്ല ഹജറുൽ അസ്വദാറ്റാണോ കാണാനായിട്ട്? കാണണ്ട, കണ്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? പിന്നെ പറയുന്നു, നീയൊക്കെ പഠിച്ച സ്ഥാപനങ്ങളിലിരുന്ന് നക്കിയിട്ട് നീയൊക്കെ തലേ കെട്ടും കെട്ടി നടക്കണത് UAE പൈസയാടാ, പ്രവാസികളുടെ. ഞാൻ പറഞ്ഞത് എന്താന്ന് ഈ സാധുക്കൾക്ക് മനസ്സിലായിട്ടില്ല. പ്രവാസികളെ കുറ്റം പറഞ്ഞതല്ല സഹോദരങ്ങളെ. നിങ്ങൾക്ക് UAE നിന്ന് വെറുതെ പൈസ കിട്ടുന്നുണ്ടോ? നിങ്ങൾ എത്ര ഇട്ടപ്പോൾ പറയും മുമ്പിൽ കട്ടാക്കി ബയ്യൽ കട്ടാക്കി, ബാക്കിയുള്ള പറയുന്നതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്കിപ്പം UAE എത്രാമത്തെ പ്രാവശ്യം ഈ കുറവ് പറയുന്നത്? UAE എന്തുണ്ട് ഇവിടെ? അജറുൽ അസ്വദ് ഉണ്ടാന്ന് ചോദിക്കുന്നത് ഇല്ലപ്പാ. ഇവിടെ ഖുർആൻ അവാർഡ് നടത്തുന്നുണ്ട്, ഇറാനിലില്ല. നാളെ നിങ്ങളെ കുഞ്ഞോളെ ഖുർആൻ പഠിപ്പിച്ചിട്ട് ഓമാനെ അവാർഡ് വാങ്ങിയിട്ട് UAE പോകുമെന്ന് പറയില്ലല്ലോ. കാരണം ഖുർആൻ അവാർഡ് അങ്ങ് ഇറാനിലല്ലേ കൊടുക്കുന്നുള്ള. അല്ല, UAE ഇത്ര ശത്രുത പോട്ടെ. ഒരു സാധാരണ ഒരു പാവങ്ങൾക്ക് ഒരു 100 രൂപ കൊടുത്താൽ അവർ ആ കൊടുത്ത നന്ദി കാണിക്കുമോ? അവർക്ക് പ്രാർത്ഥിക്കും. അല്ല, ഒരു സ്ഥാപനത്തേക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ ആ സ്ഥാപനത്തിലെ ആ കൊടുത്ത നാടിന് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ടിയിട്ടോ ഒരു പ്രാർത്ഥന ഉണ്ടാവും. ഇത് പുച്ചയ്ക്കാണ്. നിങ്ങൾ പണിയെടുക്കുന്നതിനെ കൊണ്ട് ശമ്പളം, പണി ഇറാനിലെടുത്ത് എന്താ ശമ്പളം കിട്ടൂലേ? നിങ്ങൾ ആളെല്ലാം അങ്ങോട്ട് ഇറാനിലേക്ക് ഓരോ സമയത്തും നിങ്ങളെ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ആയിരക്കണക്കിന് ആളെല്ലാം ഇവിടെ വന്നിട്ട് പെട്രോൾ ബങ്കിലും ഇതിലും ഒന്നിച്ചിട്ട് കയറ്റുന്നത്. അള്ളാൻ്റെ കൂലി കിട്ടും, ബർക്കത്ത് കിട്ടും. അതിനും ഖുർആനും ഹദീസും ആയത്ത് ഓതും. അതിന് നിങ്ങൾക്ക് ഇറാനിലേക്ക് അയച്ചിട്ട് ആടെ കയറ്റി കൂടേനു. ഇത് എന്താണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത്? അവരെ അടിക്കുന്നു, ഇസ്രായേൽ അടിക്കുന്നു, അമേരിക്ക അടിക്കുന്നു, അവരെ കയ്യും കടിക്കുമായി. ഇവിടെ എന്താക്കുന്നു പറഞ്ഞെങ്കിൽ ഇപ്പോൾ വള്ളത്തിലേക്കും പെട്രോളിലേക്കും അതിലേക്കെല്ലാം അടിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് നല്ലോണം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പറയും അത് ഇസ്രായേൽ അടിച്ചാൽ. ഇവരെന്ത് ചെയ്താലും അതിനൊരു ന്യായീകരണം. എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? എനിക്കറിയുന്നില്ല. ഇങ്ങനെ കേരളക്കാർ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ എന്ത് പറഞ്ഞാൽ, ഒരു കാര്യം, ഒരു സത്യസംഗതി ആര് പറഞ്ഞാലും മലയാളി പ്രത്യേകിച്ചിട്ട് ഒരു സമുദായത്തിൻ്റെ ആൾ വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ടെങ്കിൽ അവരിഷ്ടപ്പെട്ട സമുദായത്തിൻ്റെ, അവരിഷ്ടപ്പെട്ട സംഘടനയുടെ, അവരിഷ്ടപ്പെട്ട പണ്ഡിതൻ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞാലേ ശരിയാവും. ഇയാൾ പറയുന്നത് ഇങ്ങനെ UAE ശരിയില്ല, അവിടെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, UAE പൈസ കിട്ടിയ വലിയ സംഭവം ഒന്നുമല്ല. ഇയാൾ വേറെ പറയുന്നത് നമ്മളവർ മൊയ്തു വാജിക്കാക്ക് കിഡ്നി ശരിയില്ല, അങ്ങ് എല്ലാവരും സംഭാവന തരണം, എന്നിട്ട് UAE പൈസയും മേടിക്കുന്നു, എന്നിട്ട് ഏറ്റവും ദുആയിരിക്കുന്നു. പക്ഷേ ഈ കൊടുത്ത UAE ദുആയിരിക്കുന്നില്ല, UAE പണിയെടുക്കുന്ന ആൾക്ക് മാത്രം ദുആയിരിക്കുന്നു. എന്ത് ഇരട്ടത്താപ്പ്! എനിക്ക് അതല്ലാന്ന് അറിയുന്നത്. ഇതിൻ്റെ അടിയിൽ ഇയാളെ വീഡിയോൻ്റെ ഈ റസാബുളോൻ്റെ അടിയിൽ വന്നിട്ട് മാഷാ അല്ലാ ആമീൻ ജീമീന്ന് പറയുന്ന ആൾ കംപ്ലീറ്റ് ഞാൻ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ, ഇങ്ങനെ തുറന്നു നോക്കി എല്ലാം ഗൾഫിൽ പണിയെടുക്കുന്ന ആളാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്ത് സത്യമാണോ എന്ത് കളാണോ ഒന്നും വിഷയമല്ല. എൻ്റെ സമുദായത്തിൻ്റെ, എൻ്റെ സംഘടനൻ്റെ, ഞാൻ ഇഷ്ടപ്പെടുന്ന പിന്നെ ഉസ്താദ് പറഞ്ഞാൽ അത് ശരിയാണ്. കഴിഞ്ഞ്. ഇനിയിപ്പോൾ അവർ എന്ത് പറഞ്ഞിട്ടും വ്യക്തി ആരാധന അതിന്നെ ഓക്കെപ്പാ. നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഇവിടുത്തെ ഗൾഫിലെ ഒരു രാജാവും പാലം ഉദ്ഘാടനം ചെയ്യാനോ പാവപ്പെട്ടവർക്ക് സഹായിക്കുമ്പോൾ കൈ തന്നിട്ട് ഫോട്ടോ എടുക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എന്നെ പൊക്കണമെന്നോ എൻ്റെ കൈ പിടിച്ച് മുത്തണമെന്നോ പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഫോട്ടോവും മുത്തലൊന്നും കാണാത്തത്. ഇവർ സഹായിക്കുന്ന കണക്കെല്ലാം പറഞ്ഞാൽ തീരൂല. എന്നാലും ഒരാൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട്, ആവശ്യമില്ലാതെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാകുമ്പോൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു ഗവൺമെൻറ് പൊന്നോ. ഇതിൽ പകുതിയാണ് യോയ്ക്ക് സപ്പോർട്ട്. എന്തിനറിയോ? ഇതിപ്പോൾ യുദ്ധം എന്താണെന്ന് നോക്കൂ. എന്നിട്ട് ഇവിടെ ആയിക്കഴിഞ്ഞാൽ അവരെല്ലാം വന്നിട്ടായിട്ട് ഞമ്മ പണ്ടേ ഇതുമായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറയൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പറയും ഞമ്മ അന്നേ പറഞ്ഞിട്ടില്ല എങ്ങനെയെന്ന്. ഇത് പിന്നെ ഇരുതല മൂർച്ച എന്തെന്ന് പറയുന്നില്ലേ, അതുപോലെ എങ്ങനെയും പിടിക്കാൻ പറ്റൂല. കഴുതച്ചക്ക പോലെ താഴോട്ട് പിടിച്ചാലും മുകളിലോട്ട് പിടിച്ചാലും. ഇനി മാഷാ അല്ലാ പറയാൻ കുറേ കൂതരകളുണ്ടല്ലോ.